Hi students, welcome back to Rishi's classes. Ninth സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 4 പീരിയോഡിക് ടേബിൾ ആണ് ഞാനിവിടെ എടുക്കുന്നത്. മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും ഒരുപോലെ മനസ്സിലാകുന്ന രീതിയിൽ ആണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. 8ാം ക്ലാസ്സിൽ പീരിയോഡിക് ടേബിളിനെ പറ്റി കുറേയൊക്കെ പഠിച്ചു. നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ വർഷം പഠിക്കുന്നുണ്ട്. ഇനി 10th സ്റ്റാൻഡേർഡിലും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഈ വർഷം തന്നെ നന്നായിട്ട് പീരിയോഡിക് ടേബിൾ മനസ്സിലാക്കുകയും കഴിയുമെങ്കിൽ പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റ്സ് ഗ്രൂപ്പ് വൈസ് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക, ബൈഹാർട്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ഏത് ക്ലാസ്സിലും, അതായത് ഇത് കഴിഞ്ഞ് 10th കഴിഞ്ഞ് +1 +2 അല്ലെങ്കിൽ ഡിഗ്രി തലത്തിലും എല്ലാം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ദിസ് ഈസ് ദ പീരിയോഡിക് ടേബിൾ. നിങ്ങൾ പഠിച്ചു ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എലമെന്റ്സ് കൊണ്ട്, മൂലകങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഓൾ ദ സബ്സ്റ്റൻസസ് ഇൻ ദ യൂണിവേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എലമെന്റ്സ്. ഈ എലമെന്റ്സ് ഇപ്പോൾ ഏതാണ്ട് 118 എലമെന്റ്സ് ആർ നോൺ. ഇതിലെ 90 എലമെന്റ്സും നാച്ചുറലി ഒക്കറിങ് ആണ്. ബാക്കിയുള്ളത് ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് ആണ്, കൃത്രിമ മൂലകങ്ങളാണ്. പ്രകൃതിദത്തമായിട്ടുള്ളത് 90 എലമെന്റ്സ് ഉണ്ട്. ഹെൻറി മോസ്ലി ത്രൂ ഹിസ് എക്സ്പെരിമെന്റ്സ് പ്രൂവ്ഡ് ദാറ്റ് the properties of elements depend on their atomic numbers, and he has arranged the elements in the increasing order of their atomic number. ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അന്നുണ്ടായിരുന്ന എലമെന്റ്സിനെ എല്ലാം അറേഞ്ച് ചെയ്തു. അതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് കേൾക്കുമ്പോൾ അറിയാമല്ലോ, അതിനു മുമ്പ് ക്ലാസിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഏർലിയർ അറ്റംപ്റ്റ്സ് എന്ന് നമുക്ക് നോക്കാം. 1789 ലവോസിയർ arranged the 30 elements into metals and non-metals. അന്ന് 30 എലമെന്റ്സിനെ പറ്റിയേ അറിവുള്ളായിരുന്നു. ആ 30 എലമെന്റ്സിനെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും തിരിച്ചു. അതായത് ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും തിരിച്ചു. അതാണ് ഫസ്റ്റ് അറ്റംപ്റ്റ്. ഇതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായി. അതായത് മെറ്റലോയിഡ്സിന് ഒരു പ്ലേസ് കൊടുക്കാൻ കഴിഞ്ഞില്ല, അല്ലെ മെറ്റലോയിഡ്സിനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. അതാണ് അതിൻ്റെ ലിമിറ്റേഷൻ. നെക്സ്റ്റ്, ഡോബറൈനർ. ഹി ഹാസ് അറേഞ്ച്ഡ് ദ എലമെന്റ്സ് ഇൻ ടു സ്മോൾ ഗ്രൂപ്പ്സ് കോൾഡ് ട്രയാഡ്സ്. 3 എലമെന്റ്സ് ഉള്ള ത്രികങ്ങൾ എന്ന രീതിയിൽ ഡോബറൈനർ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തു. അപ്പോൾ അവിടെ അതിന് എക്സാമ്പിളാണ് lithium, sodium, potassium. Lithium is having atomic mass 7, sodium 23 and potassium 39. ഇവിടെ മറ്റൊന്ന് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒന്നാമത്തേൻ്റെയും മൂന്നാമത്തേൻ്റെയും അറ്റോമിക് മാസിൻ്റെ അരിത്തമെറ്റിക് മീൻ, അതായത് അതിൻ്റെ ആവറേജ്, അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മിഡിലുള്ളതിൻ്റെ അറ്റോമിക് മാസ് കിട്ടും. ഇപ്പോൾ 39 + 7 ഇത് കൂട്ടുമ്പോൾ 46 കിട്ടി. അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 23 കിട്ടും. ഏതാണ്ട് ചിലപ്പോൾ ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുതലോ കുറവോ വരാം. അപ്പം ഇവിടെ അതേപോലെ കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫായിട്ട് വരുന്നതാണിത്. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇങ്ങനെ കുറേ ട്രാഡ്സിനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. ഇവിടെയും ഒരു ലിമിറ്റേഷൻ, അതായത് ഒരു പരിമിതി ഉണ്ടായതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ എല്ലാ എലമെന്റ്സിനെയും ഇതേപോലെ ട്രയാഡ്സ് ആക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ. ഇൻ 1866 ന്യൂലാൻഡ്സ് അറേഞ്ച്ഡ് ദ 56 elements in the increasing order of their atomic masses, and he found that every 8th element showed the repetition of the property of the first element. അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ എലമെന്റ്സിനെ വിന്യസിച്ചപ്പോൾ 8ാമത് വരുന്ന എലമെന്റ് 1ാമത് വരുന്ന എലമെന്റിന്റെ അതേ സ്വഭാവം കാണിച്ചു. അപ്പം ഇവിടെ ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. അടുത്തത് വരുന്ന സോഡിയം ലിഥിയത്തിന്റെ സ്വഭാവം കാണിച്ചു. അദ്ദേഹം മ്യൂസിക്കിലെ സരിഗമ പദനി കഴിഞ്ഞ സ റിപ്പീറ്റ് ചെയ്യുന്നത് പോലെ സാദൃശ്യം കണ്ടെത്തി. ഇവിടെ ഈ നിയമത്തെ
അഞ്ചാമ നിയമം ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് അറിയപ്പെടുന്നു. ഹി കമ്പയർഡ് ദിസ് ടു ദ 7 നോട്ട്സ് ഓഫ് മ്യൂസിക്. ഇവിടെയും ലിമിറ്റേഷൻ ഉണ്ട്. ഹയർ മാസ് ഉള്ളതിന് ഈ റൂള് ശരിയാകുന്നില്ല. ദ എലമെന്റ്സ് വിത്ത് ഹയർ അറ്റോമിക് മാസസ് ഡിഡ് നോട്ട് ഒബേ ദിസ് റൂൾ. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ യൂസിംഗ് ടേബിൾ. In 1869, Dmitry Ivanovich Mendeleev, a Russian scientist, created a table for the first time to classify the elements. He is known as father of periodic table. അദ്ദേഹമാണ് ആദ്യമായിട്ട് കറക്റ്റിന് എലമെന്റ്സിനെ ഗ്രൂപ്പ്സിലും പീരിയഡ്സിലുമായിട്ട് അറേഞ്ച് ചെയ്തത്. മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിൾ നമുക്ക് കാണാം. ലെറ്റ് us see what are the advantages of Mendeleev's periodic table. First, elements of similar properties were placed in the same group. നിങ്ങൾക്ക് മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ നോക്കിയാൽ കാണാം, ഒരേ ഗ്രൂപ്പിൽ സിമിലർ പ്രോപ്പർട്ടി വരുന്ന, അതായത് ഒരേ സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്തി. രണ്ടാമത്, ഹി കറക്റ്റഡ് സം റോങ്ലി ഡിറ്റർമിൻഡ് അറ്റോമിക് മാസസ്. അതായത് അന്ന് വരെ അറ്റോമിക് മാസ് അതാണെന്ന് കരുതി, പക്ഷെ അത് തെറ്റായിരുന്നു. എക്സാമ്പിള്, ബെർലിയം അറ്റോമിക് മാസ് 14 എന്നായിരുന്നു ബെർലിയത്തിന്റെ കണക്കാക്കിയിരുന്നത്, പക്ഷെ അത് 9 ആക്കി തിരുത്തി. നെക്സ്റ്റ്, ഹി ഹാസ് പ്രെഡിക്റ്റഡ് സം എലമെന്റ്സ് ആൻഡ് കോളംസ് വെയർ ലെഫ്റ്റ് വേക്കന്റ് ആൻഡ് ഹി ഓൾസോ പ്രെഡിക്റ്റഡ് ഇറ്റ്സ് പ്രോപ്പർട്ടി. ചില എലമെന്റ്സ് ഇനി കണ്ടുപിടിക്കാനുള്ളവയാണെന്നും അതിന്റെ സ്വഭാവങ്ങൾ എന്താണെന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. ഉദാഹരണമായിട്ട് ഗാലിയം അന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞു കണ്ടുപിടിക്കാൻ പോകുന്ന ഈ എലമെന്റ് എൻ്റെ കൈവെള്ളയിൽ വെച്ചാൽ അത് ഉരുകും എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അതായത് കുറെ പോരായ്മകൾ വന്നു. ഫസ്റ്റ് വൺ, സം എലമെന്റ്സ് വിത്ത് ലാർജ് ഡിഫറൻസ് ഇൻ ദർ പ്രോപ്പർട്ടീസ് വർ ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. അതായത് സ്വഭാവത്തിൽ വളരെ വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഇട്ടു. ഉദാഹരണമായിട്ട് കോപ്പറും സിൽവറും വളരെ ഹാർഡായിട്ടുള്ള മെറ്റൽസ് ആണ്, അതിനെ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. സോഡിയം പൊട്ടാസ്യം എന്താണ്? വി ക്യാൻ കട്ട് വിത്ത് എ നൈഫ്. അത് നമുക്കൊരു കത്തി കൊണ്ട് മുറിക്കാൻ പറ്റുന്ന അത്ര സോഫ്റ്റ് മെറ്റൽസ് ആണ്. അതിനെ ഇത്രയും ഹാർഡായിട്ടുള്ള മെറ്റൽസിൻ്റെ കൂടെ ഇട്ടത് ഒരു പോരായ്മയാണ്. സെക്കൻഡ് വൺ, നോ പ്രോപ്പർ പൊസിഷൻ കുഡ് ബി ഗിവൺ ടു ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കാൻ കഴിഞ്ഞില്ല, അതിനെ മറ്റ് ആൽക്കലി മെറ്റൽസിൻ്റെ കൂടെയാണ് ഉൾപ്പെടുത്തിയത്. ഇപ്പോഴും ആൽക്കലി മെറ്റൽസിൻ്റെ തൊട്ട് മുകളിലാണ് അതിനൊരു പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി, ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് വാസ് നോട്ട് സ്ട്രിക്ട്ലി ഫോളോഡ് ത്രൂ ഔട്ട്. അതായത് അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് എഴുതിയിരുന്നത്, പക്ഷേ എല്ലായ്പ്പോഴും അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് വ്യത്യാസം വന്നു. അറ്റോമിക് മാസ് കുറഞ്ഞത് അവസാനവും കൂടിയത് ആദ്യവും ഒക്കെ എഴുതിയതായിട്ട് കാണാം. എക്സാമ്പിള്, കൊബാൾട്ട്, നിക്കൽ, ടെലൂറിയം, അയഡിൻ. നിങ്ങൾ പീരിയോഡിക് ടേബിള്, മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ഒന്ന് നോക്കിയിട്ട് അത് മനസ്സിലാക്കുക. നമുക്ക് മെൻഡലീവ്സ് പീരിയോഡിക് ലോ എന്താണെന്ന് നോക്കാം. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസസ്. മെൻഡലീഫ് അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. എന്നാൽ ഹെൻറി മോസിലി, ത്രൂ ഹിസ് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്, ഹി ഗേവ് സീരിയൽ നമ്പർ ടു ദ ആറ്റംസ്. ശരിക്കും അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്തു. എന്നിട്ട് ഈ മെൻഡലീഫിന്റെ പീരിയോഡിക് ലോ ഒന്ന് തിരുത്തി. ഇപ്പൊ തിരുത്തപ്പോൾ എന്ത് ചെയ്താൽ മതി? അറ്റോമിക മാസ് എന്നുള്ളിടത്ത് അറ്റോമിക നമ്പർ എന്നാക്കിയാൽ മതി. അതായത് മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ്. ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. ഇതാണ് മോഡേൺ പീരിയോഡിക് ലോ. നമുക്ക് മോഡേൺ പീരിയോഡിക് ടേബിൾ ഒന്ന് പരിചയപ്പെടാം. 118 എലമെന്റ്സ്, 118 എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് in groups as well as periods. The vertical columns are called groups and horizontal rows are called periods. അതായത് കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകളെന്നും വിലങ്ങനെ ഉള്ള നിരകളെ പീരിയഡുകളായും തിരിച്ചു. നമുക്ക് നോക്കിയാൽ കാണാം, ഇങ്ങനെയുള്ള കുത്തനെയുള്ള കോളങ്ങൾ 18
columns are there. So 18 groups are there. 18 ഗ്രൂപ്പുകളുണ്ട്. പീരീഡ് നമ്മൾ നോക്കിയാൽ ഇതാ 1, 2 ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 7 പീരീഡുകളാണ്. ഇനി ഇതിന് താഴെ കാണുന്നുണ്ട് 2 പാർട്ട്. അത് 6ാമത്തെയും 7ാമത്തെയും പീരീഡിന്റെ ഭാഗമായി വരുന്നതാണ്. അവിടുന്ന് മുറിച്ച് എടുത്ത് 14 എലമെന്റ്സ് വെച്ച് താഴെ ഇട്ടിരിക്കുന്നതാണ്. നമ്മൾ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ 18 ഗ്രൂപ്പ്സ് ആർ ദെയർ ആൻഡ് 7 പീരിയഡ്സ് ആർ ദെയർ. ഇനി ഇതിലെ പീരിയഡിൽ ഏറ്റവും ചെറിയ പീരിയഡ് ഏതാണ്? ഫസ്റ്റ് പീരിയഡ്. ഓക്കെ, 1, 2 ഹൈഡ്രജനും ഹീലിയവും 2 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഷോർട്ടസ്റ്റ് പീരിയഡ്. സെക്കൻഡ് പീരിയഡിൽ നോക്കുക എത്രയുണ്ടെന്ന്. 1, 2, 3, 4, 5, 6, 7, 8. Second period 8 elements. Third period 8 elements. Fourth period 18 elements. Fifth period 18 elements. Sixth and seventh period, they are long periods. ഇപ്പോഴും എലമെന്റ്സ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലാസ്റ്റ് 118 എലമെന്റ്സ് ആർ ദെയർ. നിങ്ങളുടെ ടെക്സ്റ്റിൽ 120 കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിന് ഓരോ ഗ്രൂപ്പിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. You can see 18 columns called groups. The first group is called alkali metals. Hydrogen is also included because it is the smallest element. Here, lithium, sodium, potassium, rubidium, cesium, francium are called alkali metals. Second group, beryllium, magnesium, calcium, strontium, barium, radium, they are alkaline earth metals. 3 to 12 groups. They are included in transition elements. They are all metals. സംക്രമണ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഇനി 13 ഗ്രൂപ്പ്, ബോറോൺ കുടുംബം, ബോറോൺ ഫാമിലി. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. അടുത്തത് കാർബൺ ഫാമിലി. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ്. അതിന്റെ താഴെ ഇപ്പം പുതിയതായിട്ട് ഫ്ലോറോവിയം ഈസ് ഓൾസോ ആഡഡ്. ഇനി നൈട്രജൻ ഫാമിലി. നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്, മോസ്കോവിയം ഈസ് ഓൾസോ ആഡഡ് ഇൻ ദാറ്റ്. ഇത് അതൊക്കെ പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ്. അത് ഇങ്ങനെ ഓരോ ഗ്രൂപ്പിൽ ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ഓക്സിജൻ ഫാമിലി. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. നെക്സ്റ്റ് ഈസ് ഹാലജൻസ്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്ററ്റിൻ. അതിനോടൊപ്പം ഇപ്പോൾ ടെന്നസിൻ ഈസ് ഓൾസോ ആഡഡ്. നെക്സ്റ്റ് നോബൽ ഗ്യാസസ്, ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സീനോൺ, റെഡോൺ, ഒഗനസോൺ ഈസ് ഓൾസോ ആഡഡ്. 6th പീരീഡിന്റെയും 7th പീരീഡിന്റെയും ഭാഗമായി വരുന്നവയാണ് ഈ താഴെ ഇട്ടിരിക്കുന്നവ എന്ന് നമ്മൾ പഠിച്ചു. അത് കുറച്ച് സൗകര്യത്തിനുമാണ്, തന്നെയല്ല അതിന് ഏതാണ്ട് ഒരേ സ്വഭാവമുള്ളതാണ് ആ ഓരോ പീരീഡ്. ഇത്രയും എലമെന്റ്സ്, 14 എലമെന്റ്സ്. അപ്പോൾ ലന്താരത്തിന് ശേഷം വരുന്ന 14 എലമെന്റ്സ്, അതായത് സീരിയം തൊട്ട് ലുട്ടീഷ്യം വരെ, അതിനെ ലാന്തനോയിഡ്സ് എന്നറിയപ്പെടുന്നു, ലാന്തനോയിഡുകൾ. ഇനി ആക്ടീനിയത്തിന് ശേഷം വരുന്ന 14 എലമെന്റ്സ്, തോറിയം തൊട്ട് ലോറൻഷ്യം വരെ, അതിനെ ആക്ടിനോയിഡ്സ് എന്ന് അറിയപ്പെടുന്നു. ഇത് ഏതാണ്ട് ഒരേ സ്വഭാവം കാണിക്കുന്നവയാണ് ലാന്തനോയിഡ്സ്. ഒരേ സ്വഭാവം കാണിക്കുന്നവയാണ് ആക്ടിനോയിഡ്സ്. ഇവയെ F ബ്ലോക്ക് മൂലകങ്ങളെന്ന് അറിയപ്പെടും. Let us study about the first group elements. First group elements are called alkali metals. ഞാൻ പറഞ്ഞു നിങ്ങളോട് ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ അതിലെ മെമ്പേഴ്സ് അറിയാം. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇതിൻ്റെ അറ്റമിക് നമ്പേഴ്സ് 1, 3, 11, 19, 37, 55, 87. നിങ്ങളിതെല്ലാം 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അറ്റമിക് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഇത് എണ്ണമായതുകൊണ്ട് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസി ആയിട്ട് എഴുതാം. കെ ഷെല്ലിന് ഫസ്റ്റ് ഹൈഡ്രജൻ ഒറ്റ ഷെല്ലേ ഉള്ളൂ, അതിൽ 1. ഇനി ലിഥിയത്തിനാണെങ്കിൽ 2 ഷെല്ല്, 2, 1. അടുത്ത 2, 8, 1, 2, 8, 18, 8, 1, 2, 8, 18, 18, 8, 1, 2, 8, 18, 32, 18, 8, 1. ഇവിടെ എല്ലാം ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടത് എന്താണ്? ലാസ്റ്റ് ഇലക്ട്രോൺ, the electron in the outermost shell is 1. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ 1 ആണ്.
അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ലാസ്റ്റ് ഇലക്ട്രോൺ ആണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ദ ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അതുകൊണ്ട് അതിന്റെ സ്വഭാവം എല്ലാം ഒരേ സ്വഭാവമായിരിക്കും. കാരണം എന്താ, എല്ലാത്തിലും അവസാനത്തെ ഇലക്ട്രോൺ ഒന്നാണ്, അത് വിട്ടുകൊടുക്കുന്ന സ്വഭാവമാണ്. അതിന്റെ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അയോണിക് ബോണ്ടിങ് ആണ്, അത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഒരു ഗ്രൂപ്പിലുള്ളതിന് ഒരേ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് നമ്മൾ എടുത്താൽ ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം ഇവയുടെ എല്ലാം പുറത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. അതുകൊണ്ട് അതിന്റെ സ്വഭാവവും ആ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിന്റെ സ്വഭാവം ഒരുപോലെ ആയിരിക്കും. That is why group members show similarity in their properties. So first group elements, outermost shell, outermost electron is 1. Now we can say the group number is equal to the number of electron in the outermost shell. ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം തന്നെയാണ് ഇവിടെ ഗ്രൂപ്പ് നമ്പർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് 1 പുറത്തെ ഷെല്ലിലെ ഇലക്ട്രോണും 1 ആണ്. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങൾക്കറിയാം, ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് മഗ്നീഷ്യം, കാൽസ്യം എടുത്തിരിക്കുന്നു. മഗ്നീഷ്യം 12, 282, കാൽസ്യം 20, 2882. ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അതിന്റെ ഗ്രൂപ്പ് നമ്പർ 2 ആണ്. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. 3 തൊട്ട് 12 വരെയുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇനി അടുത്തത് 13, ഗ്രൂപ്പ് നമ്പർ 13. എങ്ങനെയാണ് 13 വന്നത്? അവിടെ നമ്മൾ നോക്കിയാൽ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ബോറോണിന്റെ അറ്റോമിക് നമ്പർ നമ്മൾ നോക്കുക. അറ്റോമിക് നമ്പർ ഈസ് 5. Aluminium atomic number is 13. Boron atomic number is 5. Aluminium atomic number is 13. 5 എന്ന് പറയുമ്പോൾ 2, 3. അലുമിനിയം 2, 8, 3. അപ്പോൾ ഇവിടെ 10 ഗ്രൂപ്പ് നമ്മൾ വിട്ട് കളഞ്ഞു. അപ്പോൾ ആ 10 കൂടി ഇതിൽ ആഡ് ചെയ്യണം. അതായത് ഇപ്പോൾ 3 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ 3 ആണ്. ഇവിടെ നമ്മൾ അങ്ങേ വശത്തായതുകൊണ്ട് 3യുടെ കൂടെ 10 ചേർത്ത് 13 എന്ന് ഇതിന്റെ ഗ്രൂപ്പ് പറയും. ഇത് 13. അപ്പോൾ അതുപോലെ കാർബൺ ഫാമിലി 14, ഗ്രൂപ്പ് 14 എങ്ങനെ വന്നു? പുറത്തെ ഷെല്ലിൽ 4, അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്താൽ 14, അടുത്ത 15, അങ്ങനെ 18 വരെ വരുന്നുണ്ട്. നമ്മളിപ്പം ഗ്രൂപ്പ് നമ്പർ പഠിച്ചു. ഇനി പീരിയഡ് നമ്പർ എന്താണ് എന്ന് നോക്കാം. പീരിയഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഷെല്ലുകളുടെ എണ്ണമാണ്. ഇപ്പോൾ ഒന്നാമത്തെ പീരിയഡ് ഹൈഡ്രജൻ നമ്മൾ കണ്ടു, ഒറ്റ ഷെല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പീരിയഡ് നമ്പർ 1 ആണ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ്, ഇതാ ഉദാഹരണം, 2 ഷെല്ലുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ പീരിയഡ് 2. അടുത്തതിന് 3 ഷെല്ല്, പീരിയഡ് 3. അപ്പോൾ ഇവിടെ ഓരോന്നും താഴേക്ക് നമ്മൾ പോകും തോറും ഇതിൻ്റെ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. ഇതിന് 1 ഷെല്ല്, ഇത് 2, ഇത് 3, ഇതിന് 4, ഇതിന് 5, ഇതിന് 6, 7 ഷെല്ല്. അപ്പോൾ അതുകൊണ്ട് 7 പീരിയഡുകളാണ് ഉള്ളത്. അപ്പം ഷെൽ നമ്പർ ആണ് പീരിയഡ് നമ്പർ. ഇപ്പോൾ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. കൂടുതലായിട്ട് പഠിക്കാൻ നിങ്ങൾ പീരിയോഡിക് ടേബിൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതെടുത്ത് വെച്ച് ഓരോന്നും നോക്കി പഠിക്കുക. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് മൈ ക്ലാസ്. ഇഫ് യു ലൈക്ക് മൈ ക്ലാസ്, please like, share and subscribe to my channel Rashi's Classes. And for new updates, press the bell icon all. If you have any doubts, leave a comment.